എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള റെഗുലർ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. ഇതുവരെ റെഗുലർ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രിക്കകം വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകേണ്ടതാണ്. polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റെഗുലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നിലവിൽ ഈ ഒരു ഡേറ്റ് നീട്ടിയിട്ടാണ് 19-ാം തീയതി, അതായത് ഇന്നത്തേക്ക് നീട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് നാളെ വരെ സമയമുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് കറക്റ്റായിട്ട് എങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാമെന്നുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങി ആ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വരെയാണ് ഈ ഒരു ഓൺലൈനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് അടക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ഓൺലൈൻ സബ്മിഷൻ, അതായത് ആപ്ലിക്കേഷൻ സബ്മിഷൻ അവസാനിക്കുന്നത് നാളെയാണ്. അതുപോലെ തന്നെ ഇതിനുശേഷം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്, അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതും ഈ ഒരു ജൂൺ 25-ാം തീയതിയും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിൽ വല്ല കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് 28-ാം തീയതി വരെ ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 1-ാം തീയതിയും. ആ ഒരു അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുകയും അല്ലെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു ജൂലൈ 10-ാം തീയതിയും. അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടുന്നവരും കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നേരിട്ട് കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് ഈ ഒരു ജൂലൈ 17-ാം തീയതിയും. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 18-ാം തീയതിയും. അതിനുശേഷം വിവിധ കൗൺസിലിങ്ങുകൾ നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അതത് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അതായത് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്ലാസ്സുകൾ 18-ാം തീയതിയാണ് ആരംഭിക്കുന്നത് എന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ജില്ലാ തലത്തിലുള്ള നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് 22-ാം തീയതി, അതായത് ജൂലൈ 22 മുതൽ ജൂലൈ 26 വരെ ആ ഒരു ഡിസ്ട്രിക്ട് കൗൺസിൽ ജില്ലാതല അഡ്മിഷൻ നടത്തും. അതിനുശേഷം സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ 31-ാം തീയതി മുതൽ അതായത് ഓഗസ്റ്റ് 6-ാം തീയതി വരും. തേർഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 12 മുതൽ ഓഗസ്റ്റ് 16-ാം തീയതി വരും. അതിനുശേഷം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയുമാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് രാത്രിക്കകം വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ വൈകുന്നേരത്തിനാണ് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.